Hi friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ചിക്കൻ എടുക്കുക. ചിക്കനൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തതുകൊണ്ട് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഒരുപാട് ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുന്നൊന്നുമില്ല. ഒന്നായ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ മതി കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, മല്ലിയില, ചെറിയ പീസ് ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ സവാള ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി വലിയ ജാറാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്കിതെല്ലാം ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അത് ചെറുതായതുകൊണ്ട് എനിക്ക് കുറച്ചായിട്ടല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഞാൻ സവാള ഒന്ന് പേസ്റ്റ് ആക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ സവാള നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇതാ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ഗോൾഡൻ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പം നമുക്ക് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. അങ്ങനെ നമ്മുടെ സവാളയും പച്ചമുളകും ചിക്കനൊക്കെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 ടീസ്പൂൺ മൈദ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ആദ്യം ഞാൻ 2 ടീസ്പൂൺ മൈദയാണ് ഇട്ടത്. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ മൈദ ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് കുഴക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് ലൂസാണെങ്കിൽ വീണ്ടും മൈദ ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മളിത് കുഴച്ചിട്ട് നമുക്കിത് കയ്യിൽ പിടിക്കുമ്പോൾ ഇത് നല്ല ബോൾസ് ആക്കുന്ന രീതിയിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മൈദ എത്രയാണോ ചേർക്കേണ്ടത് അത്ര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ സവാള പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും മൈദ വേണ്ടി വരുന്നത്. കാരണം പേസ്റ്റ് ആകുമ്പോൾ ആ സവാളേൻ്റെ ആ ഒരു നീരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതുവരെ നമ്മൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പൊക്കെ ചെയ്യാം. ഇതുപോലെ നമുക്ക് ബോൾസ് ആക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടണം. കണ്ടല്ലോ, ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ എനിക്ക് 10 പീസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനൊരു കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡിസൈൻ ആക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചെയ്യാനും കുഴപ്പമില്ല. പിന്നെ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത പാൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തില്ല, ആ ഒരു പാനാണ് എടുത്തത്. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ബാക്കിയുള്ളതുകൊണ്ട് ബാക്കി കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് എത്രയാണോ ഓയിൽ ആവശ്യമുള്ളത് അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മളിത് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചിട്ടു, ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വൈറ്റ് എള്ള് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്